കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം തൊഴിലാളികളുണ്ട്. ഇവരുടെ കൂലി, മറ്റ് സേവന വേതന വ്യവസ്ഥകൾ ഇതൊന്നും മലയാളിക്ക് കൃത്യമായിട്ട് അറിയില്ല. പലപ്പോഴും ഇവരെ കാണുമ്പോൾ മമ്മൂട്ടി രാജമാണിക്യം എന്ന സിനിമയിൽ ചോദിക്കുന്നത് പോലെ, നിനക്കൊക്കെ ഇതിന് ദിവസക്കൂലിയോ അതോ മാസക്കൂലിയോ എന്ന് ഇതുവരെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഇവരെ സാധാരണ കാണുന്നത് വൈകുന്നേരം 7 മണി മുതൽ മലയാളത്തിലെ വിവിധങ്ങളായ ചാനലുകളിലാണ്. പാർട്ടിയും അവരുടെ നേതൃത്വങ്ങളും കാണിക്കുന്ന ഏതൊരു വൃത്തികേടും, ഏതൊരു ലോജിക്കില്ലാത്ത ഏതൊരു കാര്യത്തിലും എക്സ്ട്രാ ലോജിക്ക് കൊണ്ടുവരിക എന്നതാണ് ഇവരുടെ ജോലി. ന്യായീകരണ തൊഴിലാളികൾ എന്നാണ് ഈ കൂട്ടർ അറിയപ്പെടുന്നത്. ഇങ്ങനെ ന്യായീകരിക്കുന്നതിന് പാർട്ടി സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവും വരെ യാതൊരു ഉളുപ്പുമില്ലാതെ ഇറങ്ങും. ഏറ്റവും ഒടുക്കം സംഭവിച്ചത് എന്താണ്? സർവമാന ന്യായീകരണ തൊഴിലാളികളെയും പാർട്ടി സെക്രട്ടറിയെയും തന്നെ തിരിച്ചു. ഇത്രയും ദിവസം ചാനലിൽ പോയിരുന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്കും എക്സാലോജിക്കിനും വേണ്ടി വാതോരാതെ വാദിക്കുകയും ന്യായീകരിക്കുകയും ചെയ്ത എല്ലാ സഹാക്കന്മാരും സഹയാത്രികരും ഒറ്റ ദിവസം കൊണ്ട് പെട്ടു. കർണാടക ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷം ഇനി താൻ പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ എല്ലാ ന്യായീകരണ തൊഴിലാളികളെയും പാർട്ടി അണികളെയും ഞെട്ടിച്ചു. 2 കമ്പനികൾ തമ്മിലുള്ള കരാറാണ്. ചെയ്ത സേവനത്തിനാണ് പണം വാങ്ങിയത് ബാങ്ക് വഴിയായതുകൊണ്ട് അത് നിയമപരമാണ്. ഇൻകം ടാക്സ് അടച്ചതുകൊണ്ട് അതും നിയമപരമാണ്. GST അടച്ചതുകൊണ്ട് അതും അതിനപ്പുറം നിയമപരമാണ്. ഇങ്ങനെ നിരവധി ക്യാപ്സ്യൂളുകൾ ഇറക്കി ഇത്രയും നാൾ പിടിച്ചു നിന്ന തൊഴിലാളികളെ മൊത്തം ഞെട്ടിച്ചുകൊണ്ടാണ് സെക്രട്ടറിയുടെ പുതിയ വെളിപ്പെടുത്തൽ വരുന്നത്. കൊലച്ചതിയായി പോയി എന്നാണ് സഹാക്കന്മാർ പിന്നാമ്പുറത്ത് സംസാരിക്കുന്നത്. ഇത്രയും നാൾ ന്യായീകരിച്ചു കൊണ്ടിരുന്ന തൊഴിലാളികൾ എല്ലാവരും അതൃപ്തി അറിയിക്കുകയും ഇനി ചാനലിൽ പോയിരുന്ന് ന്യായീകരിക്കുവാൻ വേറെ ആളെ അന്വേഷിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടും കൂടിയാണ് പാർട്ടി പുതിയ ന്യായീകരണ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുവാൻ തീരുമാനിച്ചത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഇനി പറയുന്നവയാണ് ഇവർക്ക് വേണ്ട യോഗ്യതകൾ. ക്യാപ്സ്യൂൾ ഫാക്ടറിയിൽ നിന്നും കൃത്യമായ ക്യാപ്സ്യൂളുകൾ എല്ലാ ദിവസവും ഇവർക്ക് കിട്ടും. ഈ ക്യാപ്സ്യൂളുകൾ വിഴുങ്ങിക്കൊണ്ട് ചാനലിൽ പോയിരുന്ന കടുകിട വ്യത്യാസമില്ലാതെ അവ ഛർദ്ദിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ജോലി. ജോലി തീർന്നിട്ടില്ല. ഇവരുടെ പ്രാഥമിക ക്വാളിഫിക്കേഷനുകൾ. ക്വാളിഫിക്കേഷൻ നമ്പർ 1, അന്തി ചർച്ചാ ചാനലിലെ ആരെങ്കിലും ചക്കെന്ന് പറഞ്ഞാൽ കൊക്കെന്ന് പറയാൻ അറിഞ്ഞിരിക്കണം. ക്വാളിഫിക്കേഷൻ നമ്പർ 2, അരി എത്ര എന്ന് ഏതെങ്കിലും വിവരമില്ലാത്ത ഒരു പാനലിസ്റ്റ് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന ഉത്തരം റെഡി ആയിരിക്കണം. ക്വാളിഫിക്കേഷൻ നമ്പർ 3, പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണം. ക്വാളിഫിക്കേഷൻ നമ്പർ 4, അവസരത്തിലും അനവസരത്തിലും ഒച്ച വയ്ക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. ക്വാളിഫിക്കേഷൻ നമ്പർ 5, ഏതൊരവസരത്തിലും ചർച്ച അലമ്പാക്കാനുള്ള വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. ക്വാളിഫിക്കേഷൻ നമ്പർ 6, ചർച്ചയുടെ ഏതൊരു ഘട്ടത്തിലും ചർച്ചയിൽ നിന്നും ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കളിക്കില്ല എന്ന മട്ടിൽ മൈക്ക് ഊരി വെച്ച് ഇറങ്ങിപ്പോകാൻ അറിഞ്ഞിരിക്കണം. ചില ആൾക്കാർ, പ്രത്യേകിച്ച് ശ്രീജിത്ത് പണിക്കർ, വിനു വി ജോൺ മുതൽ പേരുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കളിക്കില്ല എന്ന് പറഞ്ഞിരിക്കണം. ക്വാളിഫിക്കേഷൻ നമ്പർ 7, ഇന്നത്തെ ചർച്ചയിൽ ന്യായീകരിച്ച കാര്യങ്ങൾ പിറ്റേ ദിവസം അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുക. എന്തും ഏതും കണ്ണുമടച്ച് നിഷേധിക്കാൻ അറിഞ്ഞിരിക്കണം. ചുരുക്കത്തിൽ നന്നായി മലക്കം മറിയാൻ അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്. ക്വാളിഫിക്കേഷൻ നമ്പർ 8, പാർട്ടി സെക്രട്ടറിയും അതുപോലെ താത്വിക ആചാര്യന്മാരും പറയുന്നത് പോലെ കൊളോണിയലിസവും വിഘടനവാദവും പ്രതിക്രിയാവാദവും ഒക്കെ ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് വർഗാധിപത്യത്തെക്കുറിച്ചുമൊക്കെ ആർക്കും മനസ്സിലാകാത്തതുപോലെ സംസാരിക്കുവാനുള്ള വൈദഗ്ധ്യം ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. ക്വാളിഫിക്കേഷൻ നമ്പർ 9, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ. ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ഒരു തൊലിക്കട്ടി ടെസ്റ്റ് പാസ്സാവേണ്ടതും എല്ലാവരുടെയും തൊലിക്കട്ടി ഈക്വൽ ടു കാണ്ടാമൃഗം ആയിരിക്കണം. ഇതൊക്കെയാണ് ഇവർക്ക് വേണ്ടുന്ന യോഗ്യതകൾ. അധികം താമസിക്കാതെ ഇങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അങ്ങനെയെങ്കിലും കേരളത്തിലെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇക്കാര്യത്തിൽ പിൻവാതിൽ നിയമനം ഉണ്ടായിരിക്കുന്നതല്ല. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.